Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. ACCA, CMA, CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്. ഏകദേശം എവിടെ വരെ പോവും? കപ്പടിക്കും, ഉറപ്പാണ്. അപ്പൊ ഒരു മാറ്റമില്ല. ഫസ്റ്റ് കേറിയിട്ട് തന്നെ ഔട്ടായി കഴിഞ്ഞാൽ ട്രോൾ ഔട്ട് നല്ല രീതിക്ക് പേടിയുണ്ടോ? ഒരു പേടിയില്ല, പോയിട്ട് അങ്ങോട്ട് കളിക്കേണ്ടി ഒരാള് തമിഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാത്? ശ്രീതു. തമിഴ് ബിഗ് ബോസ് മാറി കയറിയതാവുന്നുണ്ട്. ഇപ്പൊ നോറന്റെ കാണിക്കുന്നത് നോറുടെ അഭിനയം പോലെ തോന്നുന്നു. ടിഷ്യൂ പേപ്പർ കൊണ്ടായി തോന്നുന്നുണ്ട്. ആ വീടിനകത്തുള്ള ആളുകൾ ഇതുവരെ ഒരു യൂണിറ്റി വന്നിട്ടില്ല. പക്ഷെ ഒരു വൈൽഡ് കാർഡ് വരുമ്പോ ഇവരെല്ലാം ഒറ്റക്കെട്ടാവും. നേരിട്ടൊരു ഫൈറ്റിന് റെഡി ആയിട്ട് തന്നെയാണ് സായി പോണത്. എന്തായാലും അതിനകത്ത് ഫൈറ്റ് ചെയ്താലേ പറ്റൂ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. ഫസ്റ്റ് തന്നെ ഹിറ്റ് ചെയ്യണം തോന്നുന്ന ഒരാളാരാ? അങ്ങനെ പറയാൻ പറ്റില്ല. കണ്ണിൽ ആര് കാണുന്നു എന്ന് നടത്തി അവിടെയുള്ള ആൾക്കാരൊന്നും എതിരാളികൾ പോലെ തോന്നുന്നില്ല. മീൻസ് അങ്ങനെ താഴ്ത്തി കെട്ടി പറയല്ല, തോന്നുന്നില്ല. സൈഡ് മുന്നിൽ ഒന്നുമല്ല അവര്. ഒരുപാട് ഇതുപോലെ നെഗറ്റീവ് കമന്റ്സ് കൊണ്ടിട്ട് ഇറങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ. ഞാൻ തുടങ്ങിയ ഒരിക്കലും ബിഗ് ബോസ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കരയില്ല. വേറെ കരഞ്ഞു കാണുന്നുള്ള നടക്കില്ല. എന്റർടൈൻമെന്റ് ഉണ്ടാവും, അടി ഉണ്ടാക്കും, നല്ല കോണ്ടന്റുകൾ ഉണ്ടാക്കും ഒക്കെ സായി ഇവിടെ നിന്ന് ഉറപ്പ് തന്നിട്ടാണ്. കരയില്ലാന്ന് സായി എടുത്ത് പറയട്ടെ, കരയില്ല എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തോ. ഇത് ഇറങ്ങിയിട്ട് 4 ട്രോള് വരണ്ടേ? നമ്മൾ ഒരുപാട് മുന്നേ തന്നെ പല സീസണിലും കേട്ടിട്ടുള്ള പേരാണ് സായി വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം മുന്നേ തന്നെ കേറണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ബിഗ് ബോസില്. നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലേ? എന്നിട്ട് അതിനുവേണ്ടി ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ ട്രൈ ചെയ്ത് ഈ സാധനം കിട്ടില്ല. അത് ഞാനൊരു ഭയങ്കര അറിയപ്പെടുന്ന ഒരു ആക്ടറോ അല്ലെങ്കിൽ അത്ര ഫേസ് ഫെമിലിയർ ആയിട്ടുള്ള ഒരു അങ്ങനെ ഒരു ഇതല്ല. ലൈക്ക് ഈവൻ യൂട്യൂബർ എന്നുള്ള നിലയ്ക്കാണ്. ബട്ട് ആ ഒരു ടാഗിൽ ഇരുന്നുകൊണ്ട് ബിബിയിലേക്ക് എന്നെ വിളിച്ച് കയറ്റാൻ മാത്രം അവർക്ക് ഞാനില്ല. വിചാരിക്കുന്നത് അങ്ങനെയാണ്. ശരിക്ക് നമ്മൾ അങ്ങോട്ട് അപ്ലൈ ചെയ്ത് ചോദിച്ച് നമ്മൾ വെയിറ്റ് ചെയ്ത് അതൊരു ലോങ് പ്രോസസ്സാണ്. പറയണമെങ്കിൽ തന്നെ വലിയ കഥയായിരിക്കും. അതായത് നമ്മൾ ഇരുന്ന് പോകണം, അല്ലാതെ പറ്റില്ല. ചിലർക്കൊക്കെ തോന്നലുണ്ട് പെട്ടെന്ന് കയറി ചെല്ലാം. മുന്നത്തെ സീസണിലൊക്കെ ഇതേപോലെ അപ്ലൈ ചെയ്തായിരുന്നോ? അപ്പൊ എത്രാമത്തെ സീസൺ മുതൽ തുടങ്ങിയത്? ഞാന് സീസൺ 5, 6 കഴിഞ്ഞ സീസൺ ഈ സീസണോട് അപ്ലൈ ചെയ്തിട്ട് ഈ സീസണിലാണ് അവസാനം ഒരു അവസരം കിട്ടിയത്. അപ്പം എന്തൊക്കെ പ്രിപ്പറേഷൻസ് ആണ് എടുത്തിരിക്കുന്നത്? അവിടെ പോയിട്ട് എന്തൊക്കെയാണ് ഒരു സ്ട്രാറ്റജി കാര്യങ്ങൾ ഇറക്കാൻ വേണ്ടി ഉദ്ദേശിച്ച് വെച്ചിരിക്കുന്നത്? അതായത് ഗോ വിത്ത് ദ ഫ്ലോ. അത് തന്നെയാണ് മെയിൻ കാര്യം. വൈൽഡ് കാർഡ് ആണെന്ന് വിചാരിച്ചിട്ട് നമുക്ക് പുറത്തുള്ള കാര്യങ്ങളൊന്നും അവിടെ പോയി പറയാൻ പറ്റും. അപ്പൊ അവിടെ എങ്ങനെയാണോ പോണേ അതിനൊപ്പം ചാടി കയറി ട്രെയിനിൽ പോവാന്നുള്ളത് തന്നെയാണ് മെയിൻ പരിപാടി. അവിടെ ഓരോ സെക്കൻഡും ആളുകളുടെ മൈൻഡ് മാറുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം കണ്ടതൊക്കെ വെച്ച് അവിടെ പോയി കൊട്ടുമ്പോ അല്ലെങ്കിൽ ആ രീതിയിലൊരു പ്രീ കൺസീവ്ഡ് നോഷൻ വെച്ച് അതിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ആൾ അങ്ങനെ ആയിരിക്കില്ല, അയാൾ വേറെ രീതിക്ക് മാറിക്കാണും. പിന്നെ നോക്കാനുള്ളത് പിന്നെ അതിനുള്ള ടൈം ആയിട്ടില്ലല്ലോ. ഒരു 50-60 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ പ്രേക്ഷകർ ഓൾറെഡി ചേരി തിരിഞ്ഞിട്ടുണ്ടാവും. ഒരാൾക്കോ 2 ആൾക്കോ ഒക്കെ വേണ്ടി തിരിഞ്ഞിട്ടുണ്ടാവും. ഇവിടെ അങ്ങനെയുള്ള ടൈമും ആയിട്ടില്ല. കളി തുടങ്ങിയോ തുടങ്ങി, ഇല്ല. അതൊരു നല്ല ടൈമാണ്. ഒരു പ്രീ പ്ലാൻഡ് സാധനം എനിക്ക് തോന്നുന്നു പക്ഷെ എനിക്ക് തോന്നുന്നു ഇതുവരെ 5 സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഈ സീസണിലാണ് പ്രേക്ഷകരായാലും വൈൽഡ് കാർഡ് കൊണ്ടുപോയോ എന്ന് ഭയങ്കരമായിട്ട് പറയുന്ന ഒരു സീസൺ. അപ്പം ആസ് ഒരു വൈൽഡ് കാർഡ് ആയിട്ട് കയറുമ്പോൾ ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസം ഉണ്ടോ? ഈ ഗെയിം ചേഞ്ച് എന്നുള്ളതല്ല, എന്റെ ഗെയിമിലേക്ക് എല്ലാരും കൊണ്ടുവരും. അതാണ് എന്റെ ഒരു പ്ലാൻ. ഞാൻ ഗെയിം ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഗെയിം ഉണ്ടാക്കുന്ന ആരാ? ബിഗ് ബോസ് ആണ്. അങ്ങനത്തെ ബിഗ് ബോസ് ആണ്. കണ്ടസ്റ്റൻസിനെ വെച്ചും ഗെയിം കളിക്കുന്നത് ബിഗ് ബോസ് ആണ്. അവരെ ഗെയിം എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. എന്റെ രീതിക്ക് കൊണ്ടുവരാം, കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരും. അപ്പൊ കണ്ടസ്റ്റൻസിനൊക്കെ സോപ്പിട്ട് നിൽക്കാനുള്ള ഒരു പരിപാടി ഉണ്ടാവും. സോപ്പിട്ടാ മാത്രമല്ലല്ലോ ആൾക്കാർ വരിക. ഞാനിപ്പോ സംസാരിക്കുകയാണ് നിങ്ങളോട്, ഞാൻ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ട്. ഓക്കെ, ഇവൻ പറയുന്നതിൽ കാര്യമുണ്ട്. ഞാൻ സർവൈവ് ചെയ്യണമെങ്കിൽ ഇവന്റെ ഒപ്പം നിന്നാ പറ്റുന്നുള്ള തോന്നൽ വന്നാൽ ആള് കൂടെ പോരുമല്ലോ. ഇല്ല, ഒറ്റയ്ക്ക് നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കത് കളിക്കാം. പൊട്ടിത്തെറി ഒച്ചപ്പാടും ഉണ്ടാവും, ഇല്ലായിരിക്കൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് പൊതുവെ ഭയങ്കര. എല്ലാ മനുഷ്യന്മാരും അങ്ങനെയാണല്ലോ. അതായത് ഞാൻ നോർമൽ ലൈഫിൽ ഇപ്പോ റോഡ് കൂടി നടക്കുമ്പോൾ ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര കുഴപ്പമില്ല. കാരണം വേറെ വഴികളുണ്ട്. കേസ് കൊടുക്കുക, ഫ്രണ്ട്സിനോട് പല രീതിയിൽ. ഒരു വീട്ടിനകത്ത് ആരുമില്ല, ഒന്നുമില്ല, പൊട്ടിത്തെറിച്ചേ പറ്റൂ. പിന്നെ എല്ലാം നോക്കുമ്പോൾ കണ്ടന്റ് ആണ് അവിടെ. എൻഡ് ഓഫ് ദ ഡേ പ്രമോ പോണം, അടുത്ത പ്രമോ കാണിക്കുമ്പോൾ മുഖങ്ങൾ വരണം, ആ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ.
അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇത് പക്ഷേ എനിക്ക് തോന്നുന്നു ഇതുവരെയുള്ള ഇപ്പൊ നിങ്ങള് ഒരു അഡ്വാൻറ്റേജ് എന്നും പറയാം ഡിസ്അഡ്വാൻറ്റേജ് എന്നും പറയാം വൈൽഡ് കാർഡ് ആയിട്ട് കയറുമ്പോൾ. കാരണം പുറത്തുനിന്ന് കളി കണ്ടിട്ടാണ് കയറാൻ പറ്റുക. പക്ഷെ അതൊരു ഇതേപോലെ ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ടും തോന്നിയിട്ടുണ്ടോ? അതായത് ഇപ്പോ ആ വീടിനകത്തുള്ള ആളുകൾ ഇതുവരെ ഒരു യൂണിറ്റി വന്നിട്ടില്ല. ഒന്നോ രണ്ടോ വ്യക്തികൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നു എന്നുള്ളത് മാത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആരും അത്ര യൂണിറ്റി ഇല്ല. പക്ഷെ ഒരു വൈൽഡ് കാർഡ് വരുമ്പോ ഇവരെല്ലാം ഒറ്റക്കെട്ടാവും. അത് ടാക്കിൾ ചെയ്യാൻ പറ്റും. അതിന് പേടിയുണ്ടോ? എന്ത് പേടി? ഒരു പേടിയില്ല, പോയിട്ട് കളിക്കുന്നല്ലോ പോണ മനുഷ്യന്മാരല്ലേ. പോയിട്ട് പൊളിക്കുമ്പോ പക്ഷെ ഏതെങ്കിലും ഒരു പോയിന്റില് മീൻസ് ഡൗൺ ആവും അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഏതെങ്കിലും ഒരു ലൈക്ക് സായിനെ പെട്ടെന്ന് ഡൗൺ ആക്കാൻ പറ്റുന്ന ഒരു കാര്യം അങ്ങനെ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അത്? പ്രത്യേകിച്ച് ഒന്നുമില്ല, ഫുഡാണ്. ഫുഡ് ഞാനായിട്ട് ഡൗൺ ആവുകയാണെങ്കിലേ ഉള്ളൂ. ഫുഡ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നം തടി കുറച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ പ്രശ്നമില്ല. തടിക്കുന്ന ഫേസിലാണ് ഇത് നടന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഫുഡ് ഭയങ്കര സീനാണ്. എനിക്ക് എന്റെ ഫുഡിൽ ഒരാൾ കൈയിടുന്നത് ഇഷ്ടമല്ല, എന്റെ ഫുഡ് ഒരാൾക്ക് ഷെയർ ചെയ്യുന്നത് ഇഷ്ടമല്ല. എനിക്ക് എന്റെ ഫുഡ് എന്റെ പ്ലേറ്റിൽ കാരണം എനിക്ക് അങ്ങനെ ഒരു ട്രോമ കിട്ടി വളർന്ന ഒരാളാണ്. നീ പറഞ്ഞ ഫുഡ് നിനക്ക് എന്ത് ട്രോമ? പാരന്റ്സ്, ഫാമിലി, അതായത് നീ ആവശ്യമുള്ള ഫുഡ് മേടിച്ചോ കഴിക്കും. എക്സ്ട്രാ വേണമെങ്കിൽ ആദ്യം പറഞ്ഞോ. വല്ലോന്റെയും പ്ലേറ്റിൽ കൈയിട്ട് വരരുത്, അവനാന്റെ കൈ കൊണ്ട് എച്ചിൽ കൈ കൊണ്ട് വേറൊരാക്കി എടുത്ത് കൊടുക്കരുത്. അങ്ങനെയൊക്കെയുള്ള ഒരു ഇതില്ല. അപ്പൊ പിന്നെ ഞാൻ ഫുഡിന്റെ കാര്യത്തിൽ മാത്രം എനിക്കൊരു അവിടെ അൺഫോർച്ചുനേറ്റ്ലി ഫുഡിന്റെ കാര്യത്തിലാണ് എല്ലാ ചായകൾ തുടങ്ങിയ അടിയ. അപ്പൊ പിന്നെ കണ്ടന്റിന്റെ ക്വാണ്ടിറ്റി കൂടുതലാണ്, ക്വാളിറ്റി കുറച്ച് കുറഞ്ഞു പോയി. അവര് സില്ലി മാറ്റേഴ്സിന്, അതായത് പേഴ്സണൽ സ്പേസിക്ക് ആരും കയറിയിട്ട് ഇപ്പൊ ഉണ്ടായൊരു ഇടി ഇൻസിഡന്റ് അല്ലാതെ ബാക്കിയൊക്കെ ഇങ്ങനെ ദോശ ചട്നി അങ്ങനെ പോവാണ്. എന്തായാലും സായി പറഞ്ഞു ലൈവ് ഫുൾ ടൈം ഇരുന്ന് കാണുന്ന ആളാണ്. പിന്നെ നമ്മളായാലും യൂട്യൂബിൽ കാണുന്നുണ്ട് ഇതിനെപ്പറ്റി എപ്പോഴും നമുക്ക് അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് എപ്പിസോഡ് കണ്ടില്ല എന്നുണ്ടെങ്കിലും സായിയുടെ ഒരു വ്ളോഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാ സംഭവങ്ങളും അറിയാൻ പറ്റും. അപ്പം ഇതുവരെയുള്ള അവിടെ ഉള്ള ഒരു കണ്ടസ്റ്റൻസിനെ ഒക്കെ ഒന്ന് വിലയിരുത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയായിരിക്കും നോക്കി കാണുന്നത്? എല്ലാവരും ഒരു എന്താ പറയാ ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഉള്ള ആളുകൾ എല്ലാവരും തമ്മിൽ ആർക്കും അങ്ങനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല ഇതുവരെ ഒരു സീസണിൽ. ഇത്രയും ആളുകൾ തമ്മിലൊരു കോമ്പാറ്റബിലിറ്റി ഇല്ല, അവർക്ക് വളരെ കുറവാണ്. ആരും അത്ര ട്രസ്റ്റ് ചെയ്യുന്നില്ല, ആരും തുറന്ന് സംസാരിക്കുന്നില്ല. ഈവൻ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഈവൻ ജാബ്രികളാണെങ്കിൽ പോലും അതൊരു ഫേക്ക് ഡ്രാമയായിട്ടൊക്കെയാ പോകുന്നത്. അല്ലാത്ത പക്ഷെ ഞാൻ അങ്ങനെ ആരും കാണാത്തത് കൊണ്ട് ഇവരെല്ലാരും ഒരേ മെറിറ്റ് സ്കെയിലിൽ വന്നിരിക്കും. എല്ലാരും ഒരേപോലെ എല്ലാവരും, ആരും ഒരു കൂടുതലോ കുറവോ അങ്ങനെയൊന്നും ഇല്ല. എന്നാ ഗെയിം പ്ലാൻ ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ട്, പക്ഷെ പുറത്തെടുക്കാനുള്ള മടിയാണ്. ഭയങ്കര മടി. ഒരു 100% ഒരു ബിഗ് ബോസ് പ്ലെയർ ആണ് എന്നൊരാളെ പോലും പറയാൻ പറ്റില്ലേ? അവരാരും ഇല്ല, ടൈമുമായിട്ടില്ല, ഓർലിയാണ്. ഒരു പ്രഥമ ദൃഷ്ടിയാൽ അങ്ങനെ ആരും ഇല്ല. ഒരു പെർഫെക്റ്റ് മെറ്റീരിയൽ എന്ന് പറയാൻ മാത്രം. ഈ മെറ്റീരിയൽ എന്ന് പറഞ്ഞ സാധനം വരും തന്നെ ബിഗ് ബോസ് കഴിഞ്ഞിട്ടാണ്. അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് 90-80 ഡേയ്സ് ഒക്കെ ആകുമ്പോഴാണ് ഇവ മെറ്റീരിയൽ ആണല്ലോ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ കയറാനും പറ്റില്ലല്ലോ, ഇപ്പോഴേ കളി കണ്ടുപിടിച്ചിട്ടേ കയറാൻ. കണ്ടു പഠിക്കാനില്ല, കണ്ടാ മതി. കളി കാണുമ്പോ തന്നെ നമുക്ക് ഏകദേശം ഞാൻ മത്സരാർത്ഥികളുടെ കളിയല്ല ഞാൻ കണ്ടുപഠിക്കുന്നത്. ഞാൻ കണ്ടുപഠിച്ച ഫുള്ള് ബിഗ് ബോസ് ഏത് പാറ്റേണിൽ പോകും ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഒരു ടാസ്ക് തന്നു കഴിഞ്ഞാൽ ആ ടാസ്ക് എന്തിന്, ആരെ ടാർഗറ്റ്. രാവിലെ ഇടുന്ന പാട്ടാണെങ്കിലും കുറച്ച് ഹിന്റുകൾ കാണും. അതിന്റെ ക്രിയേറ്റേഴ്സ് അങ്ങനെയാണ്. ഇപ്രാവശ്യം തോന്നിയിട്ടുണ്ടോ പലവട്ടം അങ്ങനെ തോന്നിയിട്ടുണ്ട്, പലവട്ടം തോന്നിയിട്ടുണ്ട്. കാരണം അത് വരുമ്പോ തന്നെ നമ്മൾ ചിന്തിക്കും, ഞാൻ ചിന്തിക്കാറുണ്ട്. പിന്നെ ഒരു ഇഷ്യൂ നടക്കുമ്പോൾ ഇങ്ങനെ തോന്നും, കോയിൻസിഡൻസ് അല്ല, വേറെ എന്തോ ഉണ്ട്. ഇത് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഗെയിം പ്ലാറ്റ്ഫോം എന്ന് പറയുമ്പോൾ ഇതിങ്ങനെ ചുമ്മാ അഴിച്ചു വിട്ട സാധനമല്ല. അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവർക്കൊരു ബിഗ് ബോസിനൊരു ഗെയിം പ്ലാൻ ഉണ്ട്, അതിലെ പപ്പറ്റ്സ് മാത്രമാണ്. ആ പ്ലാൻ എന്താന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റൂ. പക്ഷെ എനിക്കിപ്പോ ശരിക്കും സായിയോട് സംസാരിക്കുമ്പോൾ ഭയങ്കര കോൺഫിഡൻസിലാണ് സായി ഇരിക്കുന്നത് അല്ലേ? ക്രാക്ക് ചെയ്യാൻ പറ്റും, ഈ ഒരു വിന്നർ ആവാം എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടോ? അതെ, മാറ്റങ്ങളുടെ സീസൺ എന്നല്ലേ പറഞ്ഞത്. വൈൽഡ് കാർഡ് കപ്പടിക്കുന്ന സീസൺ ആണെങ്കിൽ ഭയങ്കര മാറ്റം. അതെ, ഭയങ്കര മാറ്റമായിരിക്കും. അങ്ങനെ ഒരു കപ്പടിക്കാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട് അല്ലേ? ഡെഫിനറ്റ്ലി. ഓക്കെ, അപ്പൊ എന്തായാലും വൈൽഡ് കാർഡ് ആയിട്ട് ഇപ്പൊ കയറുകയാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. കഴിഞ്ഞ സീസൺ മുതൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഒരുപാട്. അപ്പം എന്താണ് ആക്ച്വലി ബിഗ് ബോസ് ഒരു വേദിയിൽ അങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ പോയിട്ട് ജനങ്ങൾക്കായാലും അല്ലെങ്കിൽ എന്തൊരു മെസ്സേജ് കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്? അല്ലെങ്കിൽ സായിക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ പൂർത്തിയാക്കണം എന്നാണോ അതിലൂടെ? ആ ഒരു ഷോയിലൂടെ എന്താണ് എയിം ചെയ്യുന്നത്? എല്ലാം ഉണ്ട്. ഇപ്പോൾ
ഇപ്പൊ നമ്മള് ചുമ്മാ പോകണമെങ്കിൽ നല്ല മഴയത്ത് ചിലർക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നും. അത് പ്രത്യേകിച്ച് ഒരു ആഗ്രഹമാണ്. അല്ലാതെ അതിന് എന്ത് കിട്ടുമോ എന്താതൊന്നുമില്ല, സാറ്റിസ്ഫൈഡ് ആയിട്ട് ഇരുന്നാൽ മതി ലൈഫിൽ. ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതിന് ഇനി പൊങ്ങോ താഴോന്നൊന്നും ഞാൻ നോക്കുന്നില്ല. എനിക്കത് വേണം, അതെനിക്ക് കിട്ടിയാൽ കൊള്ളാം, കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷം, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ നിന്ന് ഇനി ഫ്യൂച്ചറിൽ എന്ത്, ഇതിൽ നിന്ന് ഇനി എൻ്റെ ലൈഫ് പോകും, അതൊന്നുമില്ല. ഈ പ്ലാറ്റ്ഫോം വെച്ചിട്ട് നന്നാവാനേ പറ്റും. അത് നമ്മളനുസരിച്ചിരിക്കും, നമ്മൾ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു അതുപോലെ ഇരിക്കും ഈ സാധനം. എക്സിക്യൂഷൻ കറക്റ്റ് ആയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട്. പക്ഷേ ഒരുപാട് ഇതുപോലെ നെഗറ്റീവ് കമന്റ്സ് കൊണ്ടിട്ട് ഇറങ്ങുന്ന ആൾക്കാരുണ്ടല്ലോ. ആര്? ഞാൻ തുടങ്ങിയ മുതൽ നെഗറ്റീവാണ്. അതുകൊണ്ട് നെഗറ്റീവ് കമന്റ് എങ്ങനെ വന്നാലും ഒരു മൈൻഡും ഇല്ല അല്ലേ? പിന്നെ ഞാൻ തന്നെ ബാക്കിയുള്ളവരെ കണ്ടന്റ് വിറ്റാ ജീവിക്കുന്നത്. ഞാൻ അതിനകത്ത് കയറിയാലും അവരെ കണ്ടന്റ് എടുത്ത് വെക്കും. അതിന്റെ ഉള്ളിൽ കയറിയിട്ട് കണ്ടന്റ് എടുത്ത് വെക്കും. അത് വേറെ വഴിയില്ലല്ലോ. ഓരോ കണ്ടസ്റ്റന്റ് വായന്ന് എന്ത് വരുന്നോ എടുത്തിട്ട് അലക്കണം, അല്ല വേറെ വഴിയില്ല. ഗബ്രികളുടെ എഗെയിൻസ്റ്റ് നിൽക്കാൻ വല്ല പ്ലാനുണ്ടോ? ഗബ്രികളുടെ എഗെയിൻസ്റ്റ് നിൽക്കാന്ന് പറഞ്ഞാൽ ശരിക്ക് അവരെന്താന്നുള്ളത് ആദ്യം മനസ്സിലാവുന്നില്ല. അല്ല, അതായത് പ്രേക്ഷകൻ എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ അവരെന്താന്നുള്ളത് മനസ്സിലാക്കാൻ ലേശം പാടാണ്. ഒരു മെജോറിറ്റി ആളുകൾക്കും ഇപ്പോഴും അത് എന്താന്ന് മനസ്സിലായില്ല. പക്ഷെ ഒരു ബിഗ് ബോസ് റിവ്യൂ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നൂലോ. എനിക്ക് തോന്നിയത് ഡ്രാമയാണ്, പക്ക ഡ്രാമയാണെന്ന് തോന്നിയതുകൊണ്ട് ഞാനത് പൊട്ടിക്കും, അത് ഉറപ്പാണ്. ഞാൻ അതിന് ശ്രമിക്കെങ്കിലും ചെയ്യും. പൊട്ടിക്കാൻ നോക്കും. മെയിൻ ആയിട്ട് ഫസ്റ്റ് തന്നെ ലിസ്റ്റിൽ എവിടെയും ഉണ്ട് അവര് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ ഹിറ്റ് ചെയ്യണം തോന്നുന്ന ഒരാളാ. അങ്ങനെ പറയാൻ പറ്റില്ല. കണ്ണിൽ ആര് കാണുന്നു എന്ന് നടക്കുന്നു പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ വൈൽഡ് കാർഡാണ് കയറുന്നത്. അവരും പ്രിപ്പയർഡാണ്, ഞാനും പ്രിപ്പയർഡാണ്. കയറുന്ന വഴിക്ക് തന്നെ അവരിങ്ങോട്ട് ഇട്ട് കുത്തിയാ ആദ്യം കിട്ടണല്ലേ ചെയ്യാൻ പറ്റും. ആദ്യം ആര് പറയുന്നു അവരെ ഇതാക്കാൻ പറ്റും. അത് ഞാൻ അവരെ ഓക്കെ ഈ മാറിയിരിക്കും, ഞാൻ മറ്റവരെ പോയി രണ്ടെണ്ണം പറഞ്ഞിട്ട് വരാം. അതില്ല, കയ്യിൽ കിട്ടുന്നവരൊക്കെ ഇട്ട് ഞാൻ കയറുന്നത് എനിക്ക് സ്പേസ് ഉണ്ടാക്കാണ്. ആ സ്പേസ് ഉണ്ടാക്കുന്നത് വരെ മുട്ടിക്കൊണ്ടിരിക്കും. സ്പേസ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് സെറ്റിൽ ആവും. കയ്യില് കിട്ടുന്ന ആൾക്കാരെ നേരിട്ട് ഒരു ഫൈറ്റിന് റെഡി ആയിട്ട് തന്നെയാണ് സായി പോണത്. എന്തായാലും അതിനകത്ത് ഫൈറ്റ് ചെയ്താലേ പറ്റൂ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല. പക്ഷെ ഈ ഒരു സീസണിൽ ഫൈറ്റ് ഭയങ്കര കൂടുതലാണ്, എന്റർടൈൻമെന്റ് ഭയങ്കര കുറവാണെന്ന് തോന്നുന്നുണ്ടോ? അത് ഇവരെ എവിടേക്കോ ഇത് എല്ലാ സീസണും കണ്ടുവന്നിട്ട് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്ക് രക്ഷപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അതല്ലാതെയും കളിക്കുന്ന ഗെയിമേഴ്സ് അതിലുണ്ട്. അത് ഇവരാരും മൈൻഡ് ചെയ്യുന്നില്ല. ആർത്ത് വിളിച്ച് ഒച്ച ഉണ്ടാക്കി ഇടിച്ചു കുത്തിയവരൊക്കെ പുറത്തുപോയി. മിണ്ടാതിരുന്നവരൊക്കെ എപ്പോഴും വീട്ടിനകത്തുണ്ട്. അവർ ഈ മിണ്ടാതിരുന്നുകൊണ്ട് ഇനിയും മുന്നോട്ട് പോകും. പക്ഷെ ഒരു സെർട്ടൺ സ്റ്റേജിൽ അത് ബ്രേക്ക് ആവും. പക്ഷെ ആ ബ്രേക്കിംഗ് പോയിന്റ് എനിക്ക് തോന്നുന്നു വൈൽഡ് കാർഡ് കയറുമ്പോഴായിരിക്കാം മേ ബി ആ ബ്രേക്കിംഗ് പോയിന്റ് വരിക. പക്ഷെ ഇങ്ങനെ എപ്പോഴും സൈലന്റ് ആയിട്ട് ഇങ്ങനെ ഗെയിം മുന്നോട്ട് പോകുന്നൊരു നല്ല കാര്യമാണോ? ആക്ച്വലി ചിലവർ ഇതേപോലെ ഇഷ്ടപ്പെടുന്നവരുണ്ടല്ലോ. കഴിഞ്ഞ സീസണിൽ റിനോഷ് എന്ന് പറഞ്ഞ പ്ലെയറെ ഞാൻ പ്രത്യേകിച്ച് റിനോഷ് എന്തെങ്കിലും ചെയ്തതായിട്ട് കണ്ടിട്ടില്ല. 100 ക്യാമറയിൽ 101ാമത്തെ ക്യാമറ ആയിട്ടാണ് ഞാൻ ആദ്യന്റെ റിവ്യൂല് പറഞ്ഞത്. കാരണം അവൻ ഇരുന്ന് കളിയാണ്, വേറെ ഒന്നും ചെയ്യുന്നില്ല. ഗെയിം വന്നാലും അവൻ മാറിയിരിക്കും, വിട്ടുകൊടുക്കും. ലേറ്റർ ഓൺ അവനൊന്ന് പിക്കപ്പായി വന്നു, കുറച്ചൊന്ന് സംസാരിച്ചു തുടങ്ങി. പിന്നെ സ്ലോ പേസിൽ പോകുന്നവരെ ഇഷ്ടപ്പെടുന്ന ഒരു തരം ക്രൗഡ് ഇവിടെ ഉണ്ട്. അവര് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവ് ആണ്. ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാർ, അതായത് ഒരു പ്രോഗ്രസീവ് സൈഡ് എന്ന് പറയും. പ്രോഗ്രസീവും അല്ലെങ്കിൽ പ്രോഗ്രസീവ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്ക് അങ്ങനെയുള്ളവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഈ സീസണിൽ അങ്ങനെ അറിയാൻ തോന്നിയിട്ടുണ്ടോ അതേപോലെ റിനോഷിനെ പോലെ തോന്നിയത്? ഇല്ല, ലൈക്ക് അതായത് ഈ സീസണിൽ ആരും അങ്ങനെ സംസാരിക്കുന്നില്ല. മേ ബി കുറെ ആൾക്കാർ ഇപ്പൊ അർജുൻ അങ്ങനെ ഒരു കോംബോ ഒക്കെ പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും അവര് ഇവരുടെ സംസാരം കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഗെയിം കൊണ്ടോ അല്ല. അവർക്ക് ആരെങ്കിലും ഒന്ന് കിട്ടണം, അതിന് വേണ്ടിട്ട് ചുമ്മാ പോണ പോലെ തോന്നിയ. ഞാൻ പറഞ്ഞു ഒരു 50 ദിവസം ആവാതെ ഒരു 60 ദിവസം ആവാതെ ഇതിനകത്ത് ഒന്നും പറയാൻ പറ്റില്ല. വ്യൂവർഷിപ്പ് എല്ലാ കൊല്ലവും ഇമ്പ്രൂവ് ആവും. നമ്മൾ വിചാരിക്കും കണ്ടസ്റ്റന്റും ഷോയോ ഇമ്പ്രൂവ് ആവണേ. അതിന്റെ ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് പുറത്തുള്ള വ്യൂവേഴ്സിന് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഒരു വീട്ടിലിരുന്ന്, സാധാരണ ബിഗ് ബോസിന് അങ്ങനെയല്ലേ പറയാ, വീട്ടിലിരുന്ന് അമ്മമാരും കുട്ടികളൊക്കെ കാണും, അങ്ങനെയാണ് ഒരു എക്സ്ട്രീം റൈറ്റ് വിങ് എന്നൊക്കെയാണ് പറയാറ്. ഞാനും ചിന്തിച്ചിരുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി. 15-18 വയസ്സുള്ള പിള്ളേർ വരെ ഇരുന്നിട്ട് കണ്ടു തുടങ്ങി. സോഷ്യൽ മീഡിയന്റെ ഒരു ഇതാണ്, ട്രോളും മീമൊക്കെ ആവുമ്പോൾ കാണും. അതെ, ഇപ്പൊ ഈ സീസണിൽ ഏറ്റവും എടുത്തെടുത്ത് എപ്പോഴും പറയണതാണ് മാറ്റി പിടിക്കുന്ന ഒരു സീസൺ. അങ്ങനെ ഒരു മാറ്റിപ്പിടുത്തം ശരിക്കും വന്ന പോലെ ഇതുവരെ കണ്ടതിൽ തോന്നിയിട്ടുണ്ട് ഈ ഒരു സീസണിൽ? ഇവര് കളിക്കാനുണ്ടോ? മാറ്റി പിടിച്ചല്ലോ. പവർ റൂം, 3 സെപ്പറേറ്റ് റൂം മാറ്റി പിടിച്ചാണ്. ഈ പവർ റൂം എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിക്കുക, പവർ റൂമിൽ കയറുന്ന ആൾക്കാരൊക്കെ കറക്റ്റ് ആയിട്ടാണ് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ചെയ്യണേ, അല്ലെങ്കിൽ അവരെ ഒരു ശിക്ഷ പണിഷ്മെന്റ് കൊടുക്കുമ്പോഴായാലും അത് വൃത്തിക്കാണ് ചെയ്ത് പോണേ, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അത് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്ന സ്റ്റേജാണ്. നമ്മളൊരു സ്ഥലത്ത് പോയി പവറുള്ള സ്ഥലത്തിരുന്നു, നമ്മളെ താഴെ എന്ന് കൺസിഡർ ചെയ്യേണ്ട ആളുകൾ പവർ ഹൗസിൽ ഇരിക്കുമ്പോൾ നമുക്ക് കണ്ടസ്റ്റൻസ് താഴെയായിട്ടാവും
ആ കണ്ടസ്റ്റന്റ് തോന്നുന്നത്, പവറുള്ള കണ്ടസ്റ്റന്റ്. പക്ഷെ അവരൊക്കെ ഒരേ പാറ്റേണിൽ അതിനകത്ത് കയറിയ ആളുകളാണ്. ഞങ്ങളൊക്കെ കണ്ടസ്റ്റന്റ് ആണെന്നാണ് അവരങ്ങനെ വിചാരിക്കുന്നത്. അവരെ കൊണ്ട് ഒരാളെ കൊണ്ടിട്ട് ഇരിക്കണമെന്ന് പറഞ്ഞ് ഇരുത്താൻ പറ്റില്ല. കുറച്ച് ഫണ്ണായി തമാശയായിട്ടൊക്കെ ചെയ്താലേ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഒരു ചില ആളുകളുടെ അടുത്ത് മറ്റേ ഫേസ് കാണിക്കും വേണം. അതായത് പവർ ഹൗസിന്റെ അകത്ത്, പവർ റൂമിന്റെ അകത്ത് ഇരിക്കുന്നവര് ഭയങ്കര ഷ്രൂഡായിരിക്കണം, അല്ലാതെ കാര്യങ്ങൾ നടക്കൂല. ഒറ്റ ബുദ്ധി ആയിരുന്ന പണിപാളി. അങ്ങനെ അതൊക്കെ ഇന്ന് പണിപാളികളെ പോലെ തോന്നിയിട്ടുള്ളത് കണ്ടപ്പോ. അത് പണിപാളിയെ ഉണ്ടാ ആദ്യമേ പോയി. പക്ഷെ പുള്ളി പവർ ഹൗസിൽ കയറി ഉണ്ടായില്ല. പക്ഷെ അതാ പറഞ്ഞ ഉണ്ടാ ഒറ്റ ബുദ്ധി ആയിരുന്നു, അങ്ങനെ പോയി. പവർ ഹൗസിനകത്ത് അങ്ങനെ ഒറ്റ ബുദ്ധി ഇല്ല, ഷൂഡായിട്ട് ജിൻഡോ ഉണ്ട്. ഇപ്പൊ ജിൻഡോ കുറച്ചൊരു സീനാണ്, കളിക്കുന്നുണ്ട്. ഒരു എതിരാളിയായിട്ട് തോന്നുന്നുണ്ടോ ജിൻഡോനെ? ഇല്ല, ഞാനങ്ങനെ ആരെയും അങ്ങനെ എതിരാളി എന്ന് പറഞ്ഞ രീതിയിൽ കൺസിഡർ ചെയ്യുന്നില്ല. ആരെയും തോന്നുന്നില്ല. എതിരാളി എന്ന് പറഞ്ഞ രീതിക്ക് വരണമെങ്കിൽ അവർ ഒരു വട്ടെങ്കിൽ എന്നോട് സംസാരിക്കാൻ ഒരു പ്രശ്നം വരണം. പുറത്തുനിന്ന് കണ്ടൊരു ഇമാജിനറി പ്രശ്നം ഉണ്ടാക്കി ഉള്ളിൽ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആർട്ടിഫിഷ്യലാവും. അതിനോട് താല്പര്യം. ഈ ലാലേട്ടൻ വന്ന എപ്പിസോഡിലായാലും പറയണ്ടായി പവർ ടീം ശരിയായിട്ടുള്ള ഒരു രീതിക്കല്ല പൊക്കോണ്ടിരിക്കുന്നത്. ഇപ്പൊ പണിഷ്മെന്റ് കൊടുക്കുന്നതായാലും നിങ്ങൾക്ക് കുറച്ച് ഫണ്ണായിട്ട് ചെയ്തൂടെ. അപ്പം ലാലേട്ടൻ തന്നെ ഒരു ഹിന്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടി ഫണ്ണ് പിടിക്കാം എന്നുള്ളൊരു സാധനങ്ങളൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നു എന്നിട്ടും അവർക്ക് മനസ്സിലാവാത്ത പോലെയും അങ്ങനെ. അത് അധികാരം കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാത്തത് കൊണ്ടുള്ള കുഴപ്പമാണ്, വേറെ സീനൊന്നുമില്ല. കാരണം അവിടെ രണ്ട് രീതിക്കാണ്. ക്യാപ്റ്റൻ വരുന്നത് വോട്ടിങ്ങിലൂടെ, പവർ ടീം വരുന്നത് ഒരു ടാസ്കിലൂടെയാണ്. അപ്പൊ ഒന്ന് ഡെമോക്രസി ആയിട്ടും കാണാം, ഒന്ന് രാജഭരണമായിട്ട് കാണാം. ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. രാജഭരണം ഇപ്പൊ നമുക്ക് ഇഷ്ടാവൂ ഇല്ല, ഡെമോക്രസി. അപ്പൊ അവിടെ ഞാൻ പറയുമ്പോ പവർ ടീമിലുള്ളവർ ക്യാപ്റ്റൻ വെച്ച് എക്സിക്യൂട്ട് ചെയ്യണം, അതാണ് ശരിക്കും ചെയ്യേണ്ട പരിപാടി. അവിടെ ക്യാപ്റ്റനും പവർ റൂമും അടിയാണ്. ഇത് ഈ സീസണിന്റെ ഒരു പാറ്റേൺ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് ഗ്രൂപ്പായി കളിക്കേണ്ട ഒരു പരിപാടിയാണ്. ഗ്രൂപ്പായിട്ട് കളിക്കണം. ബാക്കി സീസൺ പോലെ അല്ല, ഇവിടെ ഗ്രൂപ്പ്സിന് ഭയങ്കര ഇമ്പോർട്ടന്റ് ഉണ്ട്. ഇവിടെ ഇൻഡിവിജ്വലായി നിന്ന് സർവൈവ് ചെയ്യാൻ, അതായത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി പാടാണ്. ഈ സീസണിന്റെ തീം വെച്ചിട്ട് നമ്മൾ ഗ്രൂപ്പായി കളിച്ചാല്, അതാണ് എനിക്ക് തോന്നുന്നത്, പറയാൻ പറ്റില്ല. കാരണം എല്ലായിടത്തും ഒരു റൂമിൽ 4 ബെഡ്, അടുത്ത 4 ബെഡ്, അപ്പൊ അതൊരു ടീം, ഇതൊരു ടീം, ഇതൊരു ടീം. അങ്ങനെ ഏതെങ്കിലും ഒരു ടീമിന്റെ അടുത്ത് എതിർത്ത് നിൽക്കണം എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? അവിടെ ടീം ഇല്ലല്ലോ, എല്ലാം പൊളിഞ്ഞുകൊണ്ടിരിക്കല്ലേ. ഓരോ ദിവസം നോക്കുമ്പോ അവിടെ പൊളിഞ്ഞു. പക്ഷെ എന്നാലും ഏകദേശം വന്ന പോലെ തന്നെയാണല്ലോ ഒരു ടീമോട് പൊക്കോണ്ടിരിക്കും. പിന്നെ ക്യാപ്റ്റൻസിയുടെ ഒരു വ്യത്യാസം അവരാരും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ജാസ്മിൻ ഗബ്രി 2-1 എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ നോക്കുമ്പോ അൻസിബ ഋഷി, അതും ഏത് നേരം വേണമെന്നുണ്ടെങ്കിലും അൻസിബനെ എടുത്ത് കൊട്ടിപ്പോവാം. പിന്നെ അവിടെ ഒരു ടീമില്ലല്ലോ, ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക എല്ലാവരും. അങ്ങനെ ആർക്കും അങ്ങനെ തമ്മിലൊന്നുമില്ല. ഒരു ടീം ഫോം ചെയ്യാൻ ഭയങ്കര ടൈം എടുക്കും. 50-60 ദിവസം എങ്ങനെ പിടിക്കും. പക്ഷെ എന്തായാലും വൈൽഡ് കാർഡ് കേറുമ്പം ബാക്കിയുള്ളവരൊരു ടീം ആവുന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് ഉറപ്പല്ലേ. ഒരു പൊതു ശത്രു വരുമ്പോ എല്ലാവരും ഒന്നാവുമല്ലോ, കോമൺ എനിമി വരുമ്പോ എല്ലാവരും ഒന്നാവും. ഇനി സായി കേറിയിട്ട് തന്നെ മേ ബി ഇപ്പൊ നിങ്ങൾക്ക് എന്താ വിചാരിക്കുന്നത്? ഇപ്പൊ വൈൽഡ് കാർഡിന് ഒരു ടീം ആക്കുന്നാണോ വിചാരിക്കുന്നത്, അതോ നിങ്ങളൊരു ടീമിലിടും? നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് കയറൂ, 4 ആളെ പിടിച്ച് കയറൂ, ഒന്നും പറയാൻ പറ്റില്ല. ഇനി ഞാൻ വന്ന് കുറച്ച് കഴിഞ്ഞ ഒരു വൈൽഡ് കാർഡ് വരുമ്പോ ഞാൻ പിന്നെ അതിനെ കാത്തിരുന്നിട്ട് കാര്യമില്ലല്ലോ. ടീമൊക്കെ ഡിപ്പെൻഡാണ്. അവിടെ എന്താണെങ്കിലും പോയി കഴിഞ്ഞാൽ ഒരു ടീമിൽ കയറേണ്ടി വരും. കാരണം ഒരു റൂമിൽ എന്തായാലും കിടക്കണം, പുറത്ത് സോഫയിൽ കിടക്കാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ പിന്നെ CID രാംദാസിന്റെ ഒപ്പം കിടക്കേണ്ടി വരും. പക്ഷേ പുറത്ത് സോഫയിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പവർ ടീം എടുത്ത് അകത്തിടും. മറ്റേ അത് പോട്ട് അത് മൈൻഡാക്കണല്ലേ ഇവിടെ. അത് മൈൻഡാക്കി നടന്നു കഴിഞ്ഞാൽ അത് കണ്ടന്റ് ആയി പോകും. പക്ഷെ ഇതുവരെ ഇപ്പൊ സംസാരിച്ചപ്പം എനിക്ക് തോന്നുന്നു ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി ആണ് സായി എന്നുള്ളത്. പക്ഷെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനില് എവിടെയെങ്കിലും ഒരു കരേണ്ട സിറ്റുവേഷൻ ഉണ്ടാവായിരിക്കാം തോന്നുന്നുണ്ടോ? ഒരിക്കലും ബിഗ് ബോസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കരയില്ല എന്നാണ്. ബിഗ് ബോസിൽ ലൈഫിൽ തന്നെ ഞാൻ കരഞ്ഞ സമയങ്ങളുണ്ട്. കരഞ്ഞ സമയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയിട്ട് കരഞ്ഞ മനുഷ്യനൊന്നുമല്ല. എനിക്ക് അങ്ങനത്തെ കരച്ചൊന്നുമില്ല. എല്ലായിടത്തും വീഴുമ്പോൾ കരയുക, അങ്ങനത്തെ പ്രശ്നങ്ങളുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ലൈഫിന്റെ ഒരു വളർച്ചയുടെ സ്റ്റേജിൽ കുറച്ച് ഈ പറഞ്ഞ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അതിൽ കരച്ചിൽ വന്നിട്ടുണ്ടെന്നല്ലാതെ പിന്നെ സ്നേഹനെ പറ്റിക്കാൻ കുറെ കരഞ്ഞിട്ടുണ്ട്. പ്രേമിച്ചിടക്കുമ്പോ സ്നേഹയ്ക്ക് അറിയാം, അങ്ങനെ കുറെ അറിഞ്ഞിട്ടുണ്ടെന്നല്ലാതെ അല്ലാതെ ലൈഫിൽ കരയിലൊക്കെ എനിക്ക് വെരി റയറാണ്. ബിഗ് ബോസ് പോയാൽ കരയില്ല ഉറപ്പല്ലേ? കരച്ചിൽ സീൻ ഉണ്ടാവില്ല എനിക്ക്. അതിന് ഏത് എക്സ്ട്രീം പോയാലും കരയാൻ ഭയങ്കര പാടാണ്. നീ ആ നാടകം അഭിനയിച്ച് ചിലപ്പോൾ കരയായിരിക്കും. എന്തിനു വേണ്ടിട്ട്? വെറുതെ ഷോക്ക് വേണ്ടിട്ട്.
ഇനിയിപ്പോ ശരിക്കും കാരണം ഞാൻ പറയാലോ, ഞാൻ വെറുതെ അഭിനയിച്ചതാണ് അതിന് വേണ്ടിട്ടല്ലേ. ഞാൻ അല്ല സീരിയസ് ആയിട്ട് ഇപ്പൊ നോറെന്താ കാണിക്കുന്നത്, നോറുടെ അഭിനയം പോലെ തോന്നുന്നുണ്ട്. ടിഷ്യൂ പേപ്പർ കൊണ്ടുപോയി തോന്നുന്നുണ്ട്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലേ. കരച്ചിലുണ്ടാവില്ല. ഞാൻ കരഞ്ഞാനത് വൈഫിനോടൊക്കെ പറയുന്നുണ്ട്, കരഞ്ഞ് നിങ്ങള് കാണില്ല, വേറെ എന്തും ഓക്കെ, കരഞ്ഞു കാണുന്നുള്ള പൂതി എനിക്ക് വേണ്ട, നടക്കില്ല. എന്തായാലും എനിക്ക് സായിനോട് ഇത്രയും സംസാരിച്ചാല് സായി എനിക്ക് ഉറപ്പ് തന്നിരിക്കുകയാണ്, കരയില്ല, സ്ട്രോങ് ആയിട്ട് നിൽക്കും, ഫൈറ്റ് ചെയ്ത് നിൽക്കും, ആൻഡ് സൈഡിൽ കൂടെ ഒരു എന്റർടൈൻമെന്റും പിടിക്കാൻ വേണ്ടി നോക്കും. ആൻഡ് ഇപ്പോൾ ഉള്ള എതിരാളികൾ, അവിടെ ഉള്ള ആൾക്കാരൊന്നും ഒരു എതിരാളികൾ പോലെ തോന്നുന്നില്ല, മീൻസ് അങ്ങനെ താഴ്ത്തി കെട്ടി പറയല്ല, തോന്നുന്നില്ല. ഇപ്പൊ ഉള്ള കണ്ടസ്റ്റിനെ താഴ്ത്തി കെട്ടാം, സൈഡ് മുന്നിൽ ഒന്നും അല്ല അവര്. ഇത് ഇറങ്ങിയിട്ട് 4 ട്രോള് വരണ്ടേ, എന്നിട്ട് ഫസ്റ്റ് കേറിയിട്ട് തന്നെ ഔട്ടായി കഴിഞ്ഞാൽ ട്രോൾ ഔട്ട് നല്ല രീതിക്ക് ഫസ്റ്റ് വീക്ക് ഔട്ട് ആവില്ല, കോൺഫിഡൻസ് ആണ്. ഏകദേശം എവിടെ വരെ പോവും? കപ്പടിക്കും, ഉറപ്പാണ് ഇത്. അപ്പൊ മാറ്റമില്ല. അപ്പൊ ഇതുവരെ ഉള്ള കണ്ടസ്റ്റൻസിലെ ഒരു എന്നാലും ഒരു ഫൈനൽ 5 വരെ പോവും എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞ അത് പറയാൻ മാത്രം ആയിട്ടില്ല. കാരണം ഓരോരുത്തരുടെ ഇമോഷണൽ ഫേസ് അവിടെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ ചുമ്മാ നാടകത്തിനാണെങ്കിലും കരയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, കുറെ ആൾക്കാർ ഡാൻസ് കളിക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഇതൊക്കെ ഒന്ന് ചെയ്ത് തീരട്ടെ. ഇവരൊക്കെ ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. അതൊരു പറഞ്ഞ 50, 60, 70 ദിവസമൊക്കെ ഇങ്ങനെ പൊട്ടി. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ കുറച്ചൊക്കെ പൊട്ടി തുടങ്ങുന്നില്ലേ, കുറച്ച് നേരത്തെ സാധാ സീസണുകൾ വെച്ച് നോക്കുമ്പോൾ. അതാ ഇതൊരു ഒരു സീസൺ ആദ്യമായിട്ടാണ് തുടങ്ങി 15 ദിവസം കൊണ്ട് ഒരു മാസമായി എന്നുള്ള ഫീലിംഗ് കിട്ടുന്നത്. അങ്ങനത്തെ ഒരു തോന്നലുണ്ട് അല്ലേ? ഇപ്പൊ എന്താ അങ്ങനെ തോന്നല് ഇപ്പൊ തന്നെ അങ്ങനത്തെ ഒരു തോന്നല് വരാൻ? എല്ലാം നടന്നല്ലോ അതിനകത്തെല്ലാം. ഇടി നടന്നു, കരച്ചിൽ നടന്നു, പ്രേമം നടന്നു, എല്ലാം നടന്നു. എല്ലാം കണ്ടന്റും അവിടെ ഫുള്ളാണ്. ഇനി ഒരു കണ്ടന്റ് ഇനി പുതിയതായിട്ട് എന്തെങ്കിലും ഇറക്കേണ്ടി വരും. അല്ലാതില്ല, കണ്ടന്റുകളൊക്കെ ആയി. സായി പോയി കഴിഞ്ഞാൽ നല്ല കണ്ടന്റുകൾ കിട്ടില്ലേ ഞങ്ങക്ക്? അതൊരു പ്രേക്ഷകർക്ക് കൊടുക്കേണ്ട ഒരു ഉറപ്പാണ് കേട്ടാ. കണ്ടന്റ് ഞാൻ കളിക്കും, അത് കണ്ടന്റ് ആവുന്നാ തോന്നുന്നത്. അല്ലാണ്ട് ഈ സ്ക്രീൻ പ്രസൻസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും അങ്ങനത്തെ പരിപാടികൾ കുറവായിരിക്കും. വലിയ അങ്ങനത്തെ ഞാൻ ഇത് ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞ അവിടെ പോയി സ്ക്രീൻ പിടിക്കുന്നത് ഇല്ല. അത് ഓവർ എക്സ്പോസ്ഡ് ആവും. അങ്ങനെ ആവാനും ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടി കളിക്കുമ്പോൾ ഞാൻ കണ്ടസ്റ്റൻസിനുള്ള ഓവർ എക്സ്പോസ്ഡ് ആവും. ആ ഓവർ എക്സ്പോസ്ഡ് ആവുന്നത് കുറച്ച് സീനാണ്. എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ, ഇവൻ എന്താണെന്ന് അറിയാൻ ബാക്കിയുള്ളവർ കുറച്ചൊന്ന് ടൈം എടുക്കും. അതിനുള്ളൊരു ഗ്യാപ്പ് ഞാൻ എന്തായാലും കൊടുക്കും. ഇപ്പോൾ അതേപോലെ ഇപ്പോൾ ഏതെങ്കിലും കണ്ടസ്റ്റൻസ് ഭയങ്കരമായിട്ട് സ്ക്രീൻ ഈ പറയുന്ന സ്ക്രീൻ പ്രസൻസിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് തോന്നുന്നു. എല്ലാവരും അങ്ങനെയാന്ന് തോന്നണേ. എല്ലാവരും ആ പണിയാണ്. ഒരാള് തമിഴൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാത്? ശ്രീതു. തമിഴ് ബിഗ് ബോസ് മാറി കയറിയത് തോന്നുന്നുണ്ട് ബാഗ് കൊടുത്തിട്ട്. അങ്ങനെയാണെങ്കിൽ ജാൻമണിനെ പറ്റിട്ട് എന്താ അഭിപ്രായം? അയ്യോ അത് ഏതാ ഭാഷ എനിക്കറിയില്ല, മനസ്സിലാവണ്ടേ. ഞാൻ സീരിയസ് ആയിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് അവരോട് പോയിട്ട് ഞാൻ എനിക്ക് പറയുന്നേ മനസ്സിലാവുന്നില്ല. അവർ പറയുന്നത് മനസ്സിലായാലും നമുക്ക് തിരിച്ച് റിപ്ലൈ കൊടുക്കാൻ പറ്റും. പറയുന്ന അറ്റ്ലീസ്റ്റ് മലയാളം ബിഗ് ബോസ് അല്ലേ, ഇതിന് കുറെ പ്രിപ്പയർ ചെയ്ത് വരുന്നല്ലേ, കുറച്ചെങ്കിലും ഒക്കെ ഒന്ന് പഠിക്കണ്ടേ. അതെ, ജാൻമണിയായിട്ട് വല്ല ഫൈറ്റ്സ് ഒക്കെ ഉണ്ടാവുമ്പോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇതുണ്ട് തോന്നിട്ട് പറയാലോ. അവര് പറയുന്നത് എനിക്ക് മനസ്സിലാവില്ല, ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവും. എങ്ങനെ ഞാൻ അവിടെ വിളിച്ച ഏതാന്ന് വെച്ചാൽ അവർക്ക് മനസ്സിലാവും. അവര് മൂട് പിടിക്കൂലേ. പിന്നെ അല്ല പിന്നെ സീരിയസ് ആയിട്ട്, കാരണം അവരൊക്കെ ആയിട്ട് ഇറലവന്റ് ആണ് ചില ഫൈറ്റ്. കാരണം അവരൊക്കെ വേറെ ഏതൊക്കെയോ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്തോ ഒരു ഭയങ്കര ധാർഷ്ട്യം പോലെ. എനിക്ക് തോന്നുന്നു ഈ പവർ റൂമിലേക്ക് കയറുമ്പോഴാണ് ആൾക്കാരുടെ സ്വഭാവങ്ങള് ചിലപ്പോ മാറിപ്പോണേന്നൊക്കെ ഉള്ളത്. ലാലേട്ടനും ബിഗ് ബോസ് ഇത് പറയില്ലേ, പവറില്ല. പിന്നെ പവർ കാണിക്കണല്ലോ. അപ്പൊ സായി ഇപ്പൊ ഒരു പവർ റൂമിൽ കയറുകയാണെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കും മൊത്തത്തിലൊരു ചേഞ്ച് കൊണ്ടുവരും, അല്ലെങ്കിൽ എന്തൊക്കെ റൂളായിരിക്കും കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്? പറയാൻ പറ്റില്ല അല്ലേ? അതെ. എന്നാ അവർക്ക് കൊടുക്കാൻ പോണ ഒരു പനിഷ്മെന്റ് ഇതേപോലെ തന്നെ ആവോ? ഹൗസ് ഹോൾഡ് ജോലീസ് ഒക്കെ ആവോ കൊടുക്കുക? ഇല്ലല്ലേ, ഞാൻ കുറെ വേറെ പരിപാടികളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഫണ്ണായിട്ട് പിടിക്കാനാണ്. ഫണ്ണ് മാത്രമല്ല, വേറെയും കുറെ ആക്ടിവിറ്റീസ് പെൻഡിങ് കിടക്കുന്നുണ്ട്. ആരും എക്സ്പ്ലോർ ചെയ്യാത്ത കുറെ കാര്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്യാം. അതെ, അങ്ങനെ തോന്നിണ്ടല്ലേ, എക്സ്പ്ലോർ ചെയ്യാത്ത കുറെ കാര്യങ്ങളുണ്ട്. ആരും അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് കണ്ടില്ല, അതൊന്നും ചെയ്യണമെന്നുണ്ട്. അപ്പൊ എന്തായാലും സായിന്റെ അടുത്ത് സംസാരിച്ചതില് എനിക്ക് മനസ്സിലായത് മാറ്റി പിടിക്കേണ്ട സീസൺ ആണ് ഇത് എന്ന് പറയുമ്പോൾ വൈൽഡ് കാർഡ് ആണ് ഇനി മാറ്റി പിടിക്കാൻ പോണേ എന്നാണ് സായി പറഞ്ഞു വരുന്നത് അല്ലേ? അപ്പൊ അതേപോലെ തന്നെ ഇപ്പം ഇതുവരെ കണ്ടതിൽ നമുക്ക് അത്ര മാറ്റി തോന്നൽ ഉണ്ടായിട്ടില്ലെങ്കിലും ഇനി വൈൽഡ് കാർഡിലൂടെ ഭയങ്കര ഒരു മാറ്റിപ്പിടുത്താവട്ടെ. ഞാനത് എക്സ്പെക്ട് ചെയ്യണോട്ടെ. എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് എന്തൊക്കെ ഉണ്ടാവുന്നു. എന്റർടൈൻമെന്റ് ഉണ്ടാവും, അടി ഉണ്ടാക്കും, നല്ല കോണ്ടന്റുകൾ ഉണ്ടാക്കും ഒക്കെ സായി ഇവിടുന്ന് ഉറപ്പ് തന്നിട്ടാണ്. കരയില്ലാന്ന്. സായി എടുത്ത് പറയട്ടെ, കരയില്ല എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ ഇതൊക്കെ എനിക്ക് ഉറപ്പ് തന്നിട്ടാണ് പോണത്. അപ്പൊ ഇതന്നെ അതിന്റെ ഉള്ളിൽ പോയാലും ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണം.
ഓക്കെ കളകരച്ചിൽ വരും ചിലപ്പോ. അപ്പൊ കറണ്ടൊക്കെ കള്ളക്കരച്ചിലായിട്ട് കൂട്ടാല്ലേ? കറിയിലൊക്കെ കളകരച്ചിൽ വരും. ഒക്കെ കള്ളക്കരച്ചിലൊന്നും വിശ്വസിക്കരുത്. അങ്ങനെയൊക്കെ പറഞ്ഞു പോയി ചിലപ്പോ വോട്ട് പൂട്ടാ. അങ്ങനെ വോട്ട് പോകുന്നില്ല. ഇല്ല അല്ലേ? അതിലൊക്കെ നല്ല കോൺഫിഡന്റ് ആണ്. അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പൊള്ളിച്ചങ്ങണ്ട് കളിക്കുക. കപ്പ് കൊണ്ടിട്ട് ഇനി വരാൻ പാടുള്ളൂ. എന്നിട്ട് നേരെ വന്ന് ഇതേപോലെ ഒരു ഇന്റർവ്യൂ തരാ കപ്പ് അല്ലേ? ഞാൻ ആദ്യം ഇറങ്ങി ഓടും. എവിടേക്കും ഓടും. കപ്പൊക്കെ കിട്ടിയ ഓടും. പിന്നെ നട്ടപ്രാന്ത് വന്ന പോലെ ഓട്ടം. പിന്നെ നോക്കണ്ട. ഒരു മാസത്തിലാരും നോക്കണ്ടല്ലോ. ഒരു മാസത്തില് നാട് വിടോ? നാട് വിടും. ആദ്യം ഓടി രക്ഷപ്പെടും. ഒറ്റയ്ക്കാ എനിക്ക് പോണെന്നാണ്. വൈഫിനെ വേണ്ട, അവളാണ് പ്രശ്നം. അതെയാ? അവളെ കൂട്ടിട്ട് എന്തായാലും ഓടില്ല. ഇപ്പഴേ ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് പോകുമ്പോ അങ്ങോട്ട് പറയാൻ നിൽക്കാണ് ബിഗ് ബോസ് ടീമിനോട്, ഈ ഫാമിലി റൗണ്ട് എന്ന് പറയുമ്പോ ദയവ് ചെയ്തിട്ട് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെട്ട് വരികയാണ്, ഇങ്ങോട്ട് വിളിച്ച് കൊണ്ടുവരരുത് പ്ലീസ്. എനിക്ക് മനസ്സമാനം താല്പര്യമില്ല ഫാമിലി റൗണ്ട് വെക്കാനൊന്നും. അല്ല, ഫാമിലി റൗണ്ട് വെച്ച് കഴിഞ്ഞാൽ സ്നേഹമുള്ള വരാനുള്ളത് അന്ന് ഞാൻ കോമഡി ആയിരിക്കും. ഓക്കെ. സ്നേഹ ചേച്ചി എന്തെങ്കിലും ഉപദേശങ്ങളൊക്കെ തന്നിട്ടുണ്ടാ കയറിനേക്കാ മുന്നേ? ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. സ്നേഹം ഇന്നേക്കാ വേറെ ഗെയിമറാണ്. ഓള് ഇന്ന വെച്ച് ഗെയിം കളിക്കുന്നതാണല്ലോ. പിന്നെ പാവണ്ടിട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും അവിടെ പോയിട്ട് അടിച്ചു പൊളിക്കുക. ആൻഡ് ഐ എം വിഷിംഗ് യു വെരി വെരി ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, പൊളിക്കാം. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. ACCA CMA CA പഠിച്ച തൊഴിൽ നേടാനുള്ള ശരിയായ മാർഗം എലാൻസ് ആണ്.